ഗുഡ് മോർണിംഗ് ബോസ്. നിന്റെ അമ്മയുടെ ഗുഡ് മോർണിംഗ്. എന്ത് പറ്റി? നീ വന്നേ. ഒന്ന് നോക്കൂ. എല്ലാം നീ അവതാളത്തിലാക്കും. എടി, പോലീസ് അറിഞ്ഞ ഒരു പ്രശ്നമില്ല. പക്ഷെ സലീം ഭായോ രവിശങ്കറോ അറിഞ്ഞാൽ ഇവിടുത്തെ കച്ചവടം തീരും. അതിനിവിടെ എന്ത് സംഭവിച്ചു? വെളുത്ത കുങ്കുമപ്പൂ അന്വേഷിച്ച് ബായിയുടെ അരികിൽ ചെന്നുപെട്ടവർക്ക് ശരിക്കുള്ള സ്ഥലം അറിയാൻ കഴിയാതെ പോയത് നമ്മുടെ ഭാഗ്യം. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ തൊലി ഉരിഞ്ഞ് അയാൾ നമ്മളെ നാട് റോട്ടിൽ നിർത്തിയേനെ. നമ്മുടെ സ്വന്തം ആളുകൾ കൂട്ടിക്കൊണ്ട് വരുന്നവർക്ക് മാത്രമേ ഇനി മുതൽ ഞാൻ സ്റ്റഫ് കൊടുക്കൂ. അത് തീർച്ച. ഏതായാലും ഇപ്രാവശ്യം രക്ഷപ്പെട്ടല്ലോ. തീർത്തും രക്ഷപ്പെട്ടു കരുതണ്ട. നമ്മുടെ മറ്റു ബ്യൂട്ടി പാർലറുള്ളവരോടും ശ്രദ്ധിച്ചു നിൽക്കാൻ പറയണം. കോഫി ഷോപ്പും മറ്റു കച്ചവടവും ഉള്ളിടത്തോളം കാലം രവിശങ്കറും കൂട്ടരും ഇതേ തെരുവിൽ എപ്പോഴും കാണും. ഏത് നിമിഷവും നമ്മുടെ ബിസിനസ്സും അവരുടെ ശ്രദ്ധയിൽപ്പെടാം. പൊളിച്ചെടുക്കണ ഒരു സൈഡിൽ നിന്ന്. എന്നാലും അവന്മാർ ഇവിടുന്ന് ഒഴിഞ്ഞു പോകും. യെസ് യെസ്, യു സെഡ് ഇറ്റ്. இந்த இரும்பிருந்தா பிரேதம் ஒன்னும் செய்யல. ഇന്ന് ഈ പ്രേതത്തിന്റെ അന്ത്യം. നിന്നെ ഈ പരിസരത്ത് കണ്ടുവരുന്നെന്ന് പറഞ്ഞതല്ലേ? ഈ അവസ്ഥയിൽ ഞാൻ നാട്ടിൽ ചെന്ന് എന്നാരും തിരിച്ചറിയാം. അതൊന്നും ഞങ്ങൾക്കറിയണ്ട. പ്ലീസ്, എനിക്കും കൂടി ഒരു ജോലി. ഞങ്ങളുടെ മാനേജറായിട്ട് ജോലി ചെയ്യാമോ? ആഹാ, നീയായിരുന്നോ? തല്ലു കൊടുത്താലും പോവില്ലെന്ന് പറഞ്ഞ ഒരബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റും കേട്ടാ. നിങ്ങൾ എല്ലാവരും കൂടെ അവന് തലമുട്ടടിച്ചത്. തൽക്കാലം കൂടെ നിൽക്കട്ടെ. നീ ഇവിടെ നിന്ന് കേട്ടോ. താങ്ക്സ്. നിൽക്കുന്നൊക്കെ കൊള്ളാം. ഇവിടെ ഒരു ലേഡി സ്റ്റാഫ് ഉണ്ട്. അവരെ സ്വന്തം സഹോദരിയായിട്ടേ കാണാവൂ. കാണാം. താങ്ക്സ്. ഹലോ, ടീപ്പറ്റി ഉണ്ടോ? ഓർഡർ പ്ലീസ് സർ. നിങ്ങളുടെ ചീഫ് കുക്കിനെ ഒന്ന് വിളിക്കണല്ലോ. ചീഫ് കുക്ക് ഇപ്പൊ വിളിക്കാം സർ. സെക്കൻഡ് ഷോ കഴിയുന്നതിന് മുമ്പേ എല്ലാം തീർക്കണോന്നാ. നേരത്തേക്കല്ലേ? പിന്നല്ലാതെ ഒന്നും ബാക്കി വെക്കണമെന്നല്ലേ മോളിന്ന് പറഞ്ഞേക്കണേ. ഗുഡ് ഈവനിങ് സർ. ഞാൻ ബോംബെ കൃഷ്ണകുമാർ. പാചക കോഴ്സിൽ LLB എടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്ന പല കസ്റ്റമേഴ്സും ഇതേപോലെ നേരിട്ട് എന്നെ വിളിച്ച് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാറുണ്ട്. എനിക്ക് വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കാൻ അറിയാം. തായ്, കൊറിയൻ, ഇറ്റാലിയൻ എല്ലാം അറിയാം. സാറിന് എന്താ വേണ്ടത്? വെടിയിറച്ചി കിട്ടോ? വെടിയോ? മാനിറച്ചി. അയ്യോ, കാട്ടുമൃഗങ്ങളെ കൊല്ലുന്ന കുറ്റകരമല്ലേ സാർ? എന്നാ ഒരു പ്ലേറ്റ് പന്നിയിറച്ചി എടുത്തോ. അതെ, ഇവിടെ പല മതവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർ വരുന്നുണ്ട്. കുറച്ചു പേർക്ക് ഹറാമായതുകൊണ്ട് ഞങ്ങൾ അത് സെർവ് ചെയ്യാറില്ല. എന്നാ ഇവിടുന്ന് പന്നിയിറച്ചി കഴിച്ചിട്ടേ പോകൂ. പന്നിയുടെ മോനെ, അല്പം കൂടി മര്യാദയ്ക്ക് സംസാരിച്ചൂടെ സാർ? മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ വിടിചേട്ടാ, ഞാൻ മാത്രമല്ല ഇവിടെ സ്മാർട്ടായിട്ട് ഒരുപാട് പിള്ളേഴ്സ് ഉണ്ട്. അവര് പെരുമാറുവേ. ഒരെണ്ണത്തിനെ മിച്ചം വെച്ചേക്കരുത്. അടിച്ചു പൊളിച്ചേക്കണം. ഗുണ്ടകൾ നമ്മുടെ ബാലിന്റെ കട തല്ലി പൊളിക്കുന്നു.
ഒഴിവാക്കായിരുന്നില്ല രവി. മാരകായുധങ്ങളുമായി എന്തിനും തയ്യാറായി വന്നവർക്ക് നേരെ ഏറ്റുമുട്ടേണ്ടി വന്നത്. ബാലനത് ചെയ്തില്ലായിരുന്നെങ്കിൽ കിണ്ണനായിരിക്കും ഇത് സംഭവിക്കുക. എന്നിട്ട് ഓന്റെ മയ്യത്ത് ഇപ്പോഴും അവിടെ കിടക്ക. ഷായുടെ ആളുകൾ വന്ന് പിന്നീട് ഇത് എടുത്തോണ്ട് പോയി. എന്നാലും എന്റെ കൈ കൊണ്ട് അങ്ങനൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു. എന്ത് ചെയ്യും? PSC ടെസ്റ്റ് എഴുതി ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവനാ ബാലൻ. ഒരുപാട് പ്രതീക്ഷയുള്ള ചെറുപ്പക്കാരൻ. ഒരു പോലീസ് കേസിൽ എങ്ങനെ കുടുങ്ങിപ്പോയാൽ അവന്റെ ജീവിതം പഴയ പോകുമ്പായി. നമ്മുടെ ഇടയിലുണ്ടായ ഒരു പ്രശ്നത്തിന് എന്തിനാ വെറുതെ പോലീസിന് ഇടപെടുത്തണേ? അത് നമുക്ക് തന്നെ അങ്ങോട്ട് പറഞ്ഞു തീർത്താ പോരെ. ഞാൻ ഏതായാലും ഷായുടെ വക്കീലുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. എനിക്കത്ര വിശ്വാസം പോരാ. ചതിയനാവൻ. അത് എനിക്കും അറിയാ. പക്ഷേങ്കിൽ ഈ ഇപ്പൊ ഇവിടെ കാണിക്കേണ്ടത് ആവേശമല്ല, കൗശല. കുറുക്കന്റെ കൗശലം. ഓരെന്താ ഉദ്ദേശിക്കണേന്ന് മുന്നേ കൂട്ടി അറിയാനുള്ള കഴിവ് എനിക്ക് വേണം. അല്ല, അത് എനിക്കുണ്ട്. പിന്നെ കാര്യങ്ങൾ സോൾവായി വരുമ്പോ ഈ കടുംപിടുത്തം പിടിക്കരുത്. ഒന്നുമില്ലെങ്കിലും മരിച്ചുപോയ ഒരുത്തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ. വന്നാട്ടെ. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ ബായി? അല്ല, ഓൻ വന്നില്ലേ അഡ്വക്കേറ്റ് ഐസക്ക്? അയാൾ വരും, അല്പം താമസിക്കുന്നു വിളിച്ചു പറഞ്ഞു. യാതൊരു പ്രകോപനവുമില്ലാതെ എന്റെ ആൾക്കാരോട് ഏറ്റുമുട്ടുകയും അതിലൊരാളെ കൊലപ്പെടുത്തുകയും ചെയ്തു. എന്റെ നഷ്ടം വളരെ വലുതാണ്. ഒന്നും അറിയില്ല എന്ന ഭാവത്തിലാണല്ലോ നിങ്ങളുടെ സംസാരം. കഴുത്തറക്കാൻ വന്നവന്റെ തല തന്നെ മണ്ണ് നിന്നു. അത്രേ അവിടെ സംഭവിച്ചുള്ളൂ. ഒരിക്കൽ ഇതുപോലെ ഒരു മേശയുടെ ചുറ്റും ഇരുന്ന് ഭായിയും ഞങ്ങളുമെല്ലാം ഇതൊന്ന് അവസാനിപ്പിച്ചതാ. ഇന്ന് വീണ്ടും നീയായിട്ട് ഒരു തുടക്കം കുറിച്ചിരിക്കുന്നു. അതെ, സാധാരണ ജനങ്ങളുടെ നന്മ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഒരു രക്തപ്പുഴ ഒഴുക്കേണ്ടി വന്നാലും ഞാൻ മടിക്കില്ല. ആരാണ് ഇവിടെ ഒന്നാമൻ എന്ന തർക്കം നമുക്കിടയിലെത്തിനാ? യു സീ, വി ആർ ഓൾ ഈക്വൽസ്. ഞമ്മള് പരസ്പരം അറിയുന്ന ആൾക്കാരല്ലേ. ഒരു പരിചയമില്ലാത്തവരെ പോലെ വെറുതെ വർത്താനം പറഞ്ഞ് നേരം കളയണ എന്തിനാ? നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്താ നിങ്ങളുടെ ഡിമാൻഡ്? അത് പറയ്. ഒന്ന്, തൊഴിലാളി നേതൃസ്ഥാനത്ത് നിന്ന് രവി പിന്മാറണം. അല്ല, തൊഴിലാളികളെ സേവിച്ചേ അടങ്ങുന്നാണെങ്കിൽ ഞങ്ങളുടെ യൂണിയനിൽ ചേർന്ന് പ്രവർത്തിക്കാം. അടച്ചിട്ടിരിക്കുന്ന ബായുടെ തട്ടുംപുറം ബാറിൽ ഡാഡിക്ക് വലിയ താല്പര്യമുണ്ട്. എത്ര വേണം പറഞ്ഞാൽ മതി. എന്താ രവി, എന്താ എന്റെ അഭിപ്രായം? ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളെ കുറിച്ചല്ലേ ഇവിടെ സംസാരിക്കുന്നത്. പിന്നെ എന്താ രവിയുടെ മനസ്സിലുള്ളത്? തുറന്നു പറയൂ. കൊല്ലപ്പെട്ട ആളിന്റെ കുടുംബത്തിന് എത്ര നഷ്ടപരിഹാരം കൊടുക്കണം? കൊടുക്കാം. തെറ്റ് ഞങ്ങളുടേതല്ലെങ്കിൽ പോലും. അല്ലാതെ ഒരു ഭീഷണി ഭയന്നാണ് ഞങ്ങൾ വന്നതെന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി. മോനെ രവി, രാഷ്ട്രീയത്തിൽ പിച്ച പോലും വെച്ച് തുടങ്ങിയിട്ടില്ലാത്ത നിനക്ക് യഥാർത്ഥ ഗുണ്ടായുസം അറിയില്ല അല്ലേ? യുവജനങ്ങളെ വഴിതെറ്റിച്ച് കീശ വീർപ്പിക്കുന്ന താൻ ഇതുവരെ ശക്തനായ ഒരു എതിരാളിയോട് ഏറ്റുമുട്ടിയിട്ടില്ല അല്ലേ? നിയന്ത്രിക്കാമെന്നുറപ്പുള്ള കുതിരയുടെ പുറത്തെ ബുദ്ധിയുള്ള യോദ്ധാവ് കയറാവൂ. നിയന്ത്രിക്കാനാവാത്ത മൃഗത്തെ വളർത്തി വലുതാക്കരുത് എന്നും ഒരു ചൊല്ലുണ്ട്. നിങ്ങളിത് എവിടെയായിരുന്നു? അവരെല്ലാം വന്ന സമയത്രേ. വേച്ചല്ലേ? ഐ എം സോറി. അഡ്വക്കേറ്റ് എത്തിയല്ലോ, ഇനിയല്ല അയാൾ തീരുമാനിക്കട്ടെ. സോറി, വെരി സോറി. ഒരു അത്യാവശ്യ കാര്യത്തിൽ പെട്ടുപോയത് കൊണ്ടാ. ടേംസ് ഒക്കെ സംസാരിച്ചല്ലോ അല്ലേ? എല്ലാം എല്ലാവർക്കും സമ്മതമാണെങ്കിൽ നമുക്ക് പത്രത്തിലാക്കിയേക്കാം. ഹലോ ഹലോ ഹലോ. യെസ്, യാ, എക്സ്ക്യൂസ് മീ. ഞാനൊരു മീറ്റിംഗിലായിരുന്നു. പറഞ്ഞോളൂ. എന്താണ്? എന്താ പറഞ്ഞത്? ഐ സീ. അല്ല രവി, എല്ലാം സമ്മതമാണല്ലോ. അഡ്വക്കേറ്റ്, ഇവരാവശ്യപ്പെട്ട ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് സമ്മതമല്ല. ഞാനത് അംഗീകരിക്കില്ല. പുതുതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഡാഡി വിളിക്കുന്നു.
കാടയിലും പടർപ്പയിലും തല്ലാതെ നമുക്കിനി കാര്യത്തിലേക്കും കടക്കാം. നമ്മളെ ചതിച്ചു മോനെ.